അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം രാവിലെ തന്നെ ഞാൻ തുടരു എന്ന ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇട്ടിരുന്നു. തുടരുമാണ് ഇന്നലത്തെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രം. അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളത് വേറൊരു സത്യമാണ്. കാരണം തുടരും സിനിമ ഇറങ്ങിയതിന് ശേഷം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തുടരും തന്നെയാണ്. അത് തുടരുകയും ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം മറ്റുള്ള ചിത്രങ്ങൾ എങ്ങനെ കളക്ഷൻ ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ചിത്രം നമ്മുടെ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് ദിലീപിൻ്റെ തിരിച്ചുവരവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം. മഞ്ജു പിള്ള, സിദ്ദിഖ്, അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ, ഉർവശി എന്നിവർ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം ഒരു വിജയക്കുതിപ്പിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഞായറാഴ്ചത്തെ കളക്ഷൻ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. ഞായറാഴ്ച ഈ ചിത്രം ശനിയാഴ്ച ദിവസം 1,22,00,000 കളക്ട് ചെയ്ത ചിത്രം ഞായറാഴ്ച ദിവസം 10-ാം ദിവസം 1,71,00,000 എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. അങ്ങനെ കേരളത്തിൽ നിന്ന് 12,12,00,000 രൂപയിലേക്ക് ഈ ചിത്രം എത്തിയിരിക്കുന്നു. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 13,65,00,000 രൂപയാണ്. കഴിഞ്ഞ ദിവസം വിദേശ കളക്ഷൻ വന്നായിരുന്നു. ഏകദേശം 4,27,00,000 രൂപയാണ് ആ കളക്ഷൻ. അത് 2 ദിവസം മുമ്പുള്ള കളക്ഷനാണ്. അങ്ങനെ ടോട്ടൽ 17,92,00,000, ഏകദേശം 18 ലക്ഷത്തിന് മുകളിലേക്ക്, 18 കോടിക്ക് മുകളിലേക്ക് ഈ ചിത്രം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. 10-ാം ദിവസം ഞായറാഴ്ചത്തെ, രണ്ടാമത്തെ ഞായറാഴ്ചത്തെ ഇതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് നോക്കിയാലും കളക്ഷൻ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. കാരണം ഇന്നലത്തെ ടിക്കറ്റ് വിൽപ്പന ഏകദേശം 34,630 ടിക്കറ്റ് വിറ്റു. എനിക്ക് തോന്നുന്നു ഈ ചിത്രം ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റത് ഇന്നലെയാണെന്ന് തോന്നുന്നു. 34,630 ടിക്കറ്റ്. ഫാമിലി എന്ന് പറയുന്ന ദിലീപ് ചിത്രം മികച്ച കളക്ഷൻ നേടി വിജയക്കുതിപ്പ് തുടരുകയാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. ഇന്നത്തെ കളക്ഷനാണ് നിർണായകമാകുന്നത് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് എങ്ങനെ ചിത്രം പ്രതികരിക്കുന്നു എന്നുള്ളത് നോക്കി കാണണം. ഈ സമയത്തും 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ ഈ ചിത്രം ഇപ്പോഴെത്തിയിട്ടില്ല എന്നുള്ളതും ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്നലത്തെ കളക്ഷനിൽ ഒരു ഇടിവ് സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത ചിത്രമായിരുന്നു പടക്കളം എന്ന് പറയുന്ന ചിത്രം. പടക്കളം എന്ന ചിത്രം നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ബുക്കിംഗ് ഇന്നലെ കാണിക്കുന്നത്. അതുപോലെ 10-ാം ദിവസം ശനിയാഴ്ച 97,00,000 നേടിയ ചിത്രം 11-ാമത്തെ ദിവസം 1,33,00,000 ഉയരുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ 8,42,00,000 രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഗ്രൂപ്പായിട്ട് കാണിക്കുന്നത് 9,44,00,000. വേൾഡ് വൈഡായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 12 കോടി അല്ലെങ്കിൽ 12 കോടി 13 കോടി ഈ റേഞ്ചിൽ തന്നെ ആയിരിക്കും എന്ന് തന്നെ നിസ്സംശയം പറയാം. ഇന്നലത്തെ ടിക്കറ്റ് വിൽപ്പന നോക്കുമ്പം ഏകദേശം ഈ ചിത്രം ഇറങ്ങിയതിന് ശേഷം വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഞായറാഴ്ച ദിവസം വിറ്റ ടിക്കറ്റ് എന്ന് പറയുന്നത് 29,520 ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ട് എന്നുള്ളതും അതിശയകരമായ കാര്യമാണ്. അങ്ങനെ ഫുരാജും ഷറഫുദ്ദീൻ ഒന്നിച്ച ചിത്രം സൂപ്പർ ഹിറ്റിലേക്ക് നീങ്ങുമോ അതോ ആവറേജ് ഹിറ്റാണോ എന്നുള്ളത് വരും വാരത്തിലെ കളക്ഷൻ നോക്കി മാത്രമേ നമുക്ക് പ്രവചിക്കാൻ പറ്റത്തുള്ളൂ. ഏതായാലും മികച്ച കുതിപ്പ് തന്നെ തുടരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സർക്കിട്ട് എന്ന ചിത്രം തികഞ്ഞ പരാജയമായൊരു ചിത്രമാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസം ഇതിന് കളക്ഷനിൽ വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പം കൃത്യമായിട്ട് ശനിയാഴ്ച ദിവസം ഇത് 6 ലക്ഷമാണെങ്കിൽ ഞായറാഴ്ച ദിവസം 8 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 2 ലക്ഷത്തിൻ്റെ വർധനം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ചിത്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ഒന്നും ഭാരമായി ബാധിക്കുന്ന കളക്ഷൻ അല്ല എന്ന് തോന്നുന്നു. 1,28,00,000 ഓൾറെഡി കളക്ഷൻ നേടിയ ചിത്രം ഇന്ത്യ ഗ്രൂപ്പായിട്ട് കാണിക്കുന്നത് 2,55,00,000. വേൾഡ് വൈഡായിട്ട് ഏകദേശം 3.5 കോടി രൂപയുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സർക്കിട്ട് എന്ന് പറയുന്ന ആസിഫ് അലിയുടെ ചിത്രം കഴിഞ്ഞ കാല ചിത്രങ്ങളെ അപേക്ഷിച്ച് തികഞ്ഞ പരാജയമായിട്ട് നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അടുത്ത് തന്നെ ഇത് OTTയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നു. സംശയം എന്ന് പറയുന്ന ചിത്രം വിനയ് ഫോർട്ടും ഷറഫുദ്ദീനും മുഖ്യ കഥാപാത്രമായ സംശയം എന്ന ചിത്രം ഒരു കുഞ്ഞു ചിത്രം. പക്ഷേ സാമാന്യം മികച്ച പ്രതികരണം നേടിയാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചിത്രങ്ങളിലേക്ക് ആധിക്യം കൊണ്ടാകാം കളക്ഷൻ്റെ കാര്യത്തിൽ വളരെ നിരാശ നൽകുന്ന പ്രകടനമാണ് ഈ ചിത്രം നേടുന്നത്. ഏകദേശം 36 ലക്ഷം രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തത് എന്നാണ് അറിയാൻ പറ്റുന്നത് ഈ 3 ദിവസം കൊണ്ട്.
അതുപോലെ മറ്റൊരു 3D ചിത്രമായിരുന്നു ലൗലി എന്ന് പറയുന്ന ചിത്രം. അത് 3 ദിവസം കൊണ്ട് ഈ ചിത്രം നേടിയത് 42 ലക്ഷം രൂപ മാത്രമാണ് എന്നുള്ളതും നമ്മളെ വിഷമത്തിലാകുന്നു. അത് വേൾഡ് വൈഡായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ 1 കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ നേടാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 ചിത്രങ്ങളും കളക്ഷനിൽ ബഹുദൂരം മുന്നിൽ പോകുന്നില്ല എന്നുള്ളതാണ് ഈ 3 ദിവസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം വരും ദിവസങ്ങളിലും ഈ ചിത്രം വൻ കുതിപ്പിലേക്ക് നീങ്ങട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ചിത്രം പരാജയപ്പെടരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അപേക്ഷ. അതുപോലെ തന്നെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അപ്പം പുതിയ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.